നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് ആൻഡ് സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഞാൻ അതിൽ പറഞ്ഞിരുന്നു നമ്മുടെ പച്ചക്കറി തോട്ടമൊക്കെ കാണിക്കാമെന്നുള്ളത്. കുറേ ദിവസമായാലും ഒരു ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട്. അപ്പം അതിൽ ലെങ്ത്ത് കൂടുന്നു വിചാരിച്ചിട്ടാണ് ഞാനിതൊന്നും അതിൽ കാണിക്കാഞ്ഞത്. അപ്പോൾ നമുക്കിതൊരു വ്ളോഗായിട്ട് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ കൃഷിയിടത്തേക്കാണ്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു എൻഡിൽ നിന്ന് തുടങ്ങാം. അരുണേട്ടൻ അവിടെ കുമ്പളങ്ങ പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്നാണ് തുടങ്ങാം കേട്ടോ. ഒരുപാട് കുമ്പളും ചിരങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അമ്മാനൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വെക്കേഷൻ ടൈമിൽ. അപ്പോൾ അവർക്കൊക്കെ കൊടുത്തു വിട്ടു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു കുമ്പളം പറിച്ചെടുക്കാം. എന്തത് അരുണേട്ടൻ തങ്കൂനപ്പം അങ്ങനെ പുറത്തിറക്കാൻ പറ്റില്ലേ മഴക്കാലൊക്കെ. ഇന്നലെ കുളിപ്പിച്ച ആളാണ്. ഇന്ന് രാവിലെ ഇറങ്ങി ചെളിയാക്കിയത് കണ്ടോ, ഷൂ പോലെ. തങ്കപ്പാ സുന്ദരനാണ്, സുന്ദരൻ. തങ്കുവാ ചെളിക്കകത്ത് വിട്ട് കഴിഞ്ഞാൽ മൊത്തം ചെളിക്കകത്ത് പോകാൻ. ഇവിടെയൊക്കെ ഒരുപാട് ബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഹൊസൂർ ബീൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. ഒരു ബിൻസിസ് ഫാം ഇല്ല, നേരിട്ടൻ അറിയോ? ബിൻസിസ് ഫാം എന്ന് പറയുന്നത് നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ലേ കൃഷിന്റെ. ആ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് ഞാൻ മേടിച്ചതായിരുന്നു. നല്ല ബീൻസ് ആയിരുന്നു, നന്നായിട്ടുണ്ടാവും ചെയ്തു. പക്ഷെ മഴ അടഞ്ഞു പെയ്തേം കൊണ്ട് പറിക്കാനും പറ്റില്ല, ഒന്നിനും പറ്റിയില്ല. ഉള്ളി പറിക്കാനായോ ഒന്നിന്. ആദ്യം നമുക്ക് അത് കിട്ടും. അപ്പുറത്തല്ലേ കുമ്പളം? എങ്ങനെ കൈ തട്ടരുത് കിട്ടോ? കട്ട് ചെയ്ത് താഴെ ചാടും. ആ വള്ളി ഇങ്ങോട്ടേക്ക് എടുക്കേണ്ടി വരും. വള്ളി പൊട്ടിക്കുക. പതുക്കെ എടുത്ത് പൊക്ക്. ഇതുപോലത്തെ ഒരുപാട് കുമ്പളുണ്ടായില്ലേ ഇപ്രാവശ്യം. നമ്മൾ കുറേ ഓരോരുത്തർക്ക് കൊടുത്തു. സിസ്റ്റർമാർക്ക് കൊടുത്തു, വിഷ്ണുവേട്ടൻ്റെ വീട്ടിൽ കൊടുത്തു, അമ്മായി വന്നപ്പോൾ കൊടുത്തയച്ചു. അയ്യ മുറിയാവല്ലേ, തട്ടല്ലേ. അതിസാഹസികമായി അരുണേട്ടൻ കുമ്പളത്തിന് അപ്പുറത്ത് അവിടെ ഇവിടെയൊക്കെ പ്രാണി കുത്തിയിട്ടുണ്ട് അല്ലേ. എന്നാലും അതിന് മോൾ ഭാഗം കിട്ടും. പിന്നെ അവിടെ രണ്ട് ചെറിയ കുമ്പളം ഉണ്ടായിട്ടുണ്ട്. അത് നെയ്ക്കുമ്പളാണോ ഈ വലിയ കുമ്പളാണോ എന്നറിയില്ല. അല്ല അത് ചില ഉണങ്ങി വേണ്ട, വള്ളിയൊക്കെ പാടില്ല. ഇനി കഴിക്കില്ല. വള്ളി വെട്ടണ്ടേ, ഇവിടെ മാത്രം വെട്ടിയതേ ഉണ്ടാവണ്ടേ കൂടെ. അപ്പം നമ്മളിത് ഈ വർഷത്തെ ആദ്യത്തെ കുമ്പളം വെട്ടുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ. കുറേ കുമ്പളം പറിച്ചെങ്കിലും കാണിക്കാൻ പറ്റില്ല. നമ്മളപ്പോൾ ഇത് മോരൊഴിച്ച് കുമ്പളങ്ങ കറി ഉണ്ടാക്കണേ. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താ പറയുക, നമ്മൾ ഉള്ളിലായതുകൊണ്ട് നമുക്ക് നല്ല ഫ്രഷ് പാൽ കിട്ടില്ല. അപ്പം നമ്മൾ ഈ തൈരിൻ്റെ ഒക്കെ പാക്കറ്റ് മേടിക്കുക, അതിന് പുളിയില്ല. ശരിക്കും കുമ്പളം മോരൊഴിച്ചൊക്കെ വെക്കുമ്പോൾ നല്ല പുളിയില്ല തൈര് വേണം. എന്താ മോനെ വരണോ? കഴുകണോ? കുമ്പളം കഴുകുന്നു. പൊടി ഈ കുമ്പളങ്ങ പറിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അറിയോ, പണ്ട് അച്ഛൻ്റെ പെങ്ങളെ വീടുണ്ടേ, അവിടെ ഞങ്ങൾ പോയിട്ട് കുറേ കുമ്പളങ്ങ ഉണ്ട്. ഈ കുമ്പളങ്ങ എല്ലാം പറിച്ചു കൊണ്ട് വിറ്റിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോയിരുന്നു. അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. കുമ്പളങ്ങ പറിച്ച് വിൽക്കുക, അടയ്ക്ക പറിച്ച് വിൽക്കുക, അങ്ങനെയൊക്കെ വേണ്ടി സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അത്യാവശ്യം വലിയ കുമ്പളം തന്നെയല്ലേ. ഇതെന്നറിയാം, ഈ കുമ്പളം വലുത് നടന്നത് ഇപ്പം ഇഷ്ടമല്ലാതെയായി. എന്താണെന്നറിയാം, നമ്മളൊരു വട്ടത് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി വാങ്ങി നല്ല നെയ്ക്കുമ്പളാണ്. നെയ്ക്കുമ്പളം അവിടെ രണ്ട് കുമ്പളം ഞാൻ കാണിച്ചു. കഴുകണോ? നമുക്ക് മറ്റേ നെയ്ക്കുമ്പളം കാണിച്ചിട്ടുണ്ട്. വേണ്ട ചെടികളെയും കൃഷിത്തോട്ടത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ അത് ഞാൻ ഡീറ്റെയിൽ ആയി കാണിക്കാട്ടോ. അത് ഞാൻ കുമ്പളം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ രണ്ട് കുമ്പളം ഉണ്ടായിട്ടുണ്ട്. അത് നെയ്ക്കുമ്പളാന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ കുറച്ച് അധികം ദിവസമായി ഉണ്ടായിട്ട് അധികം വലുതാവണമൊന്നുമില്ല. അപ്പോൾ അത് നെയ്ക്കുമ്പളായിരിക്കും. ഇതുണ്ടോ, ഇത്ര വലുപ്പമുള്ളൂ, കുഞ്ഞിലയാണ്, ഇത്ര വലുപ്പമുള്ള. ഇത് നെയ്ക്കുമ്പളായിരിക്കും അല്ലേ കണ്ടിട്ട് അങ്ങനെയാണ്. കണ്ടോ, ഇത് മൂക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നെയ്ക്കുമ്പളം തന്നെ ഇരിക്കും. അപ്പോൾ രണ്ട് നെയ്ക്കുമ്പളം നമുക്ക് ഇതിലുണ്ട്. നെയ്ക്കുമ്പളം തന്നെ പറയാം ആണ്. അത് വലുതാവണമൊന്നുമില്ല, മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തണ്ണിമത്തൻ എവിടെ? ആ അതിൻ്റെ അടിയിൽ ഒരു തണ്ണിമത്തൻ ഉണ്ടായതുകൊണ്ട് ഇത് നെൽസിന് എടുത്തിട്ട് ഈ ഫെൻസിങ് ആക്കിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം നിലത്ത് കൂടെ ഉണ്ടായിട്ട് ഒക്കെ ഉള്ളിൽ ചീഞ്ഞു പോയില്ലേ. ഇതിൻ്റെ ഉള്ളിലൊരു തണ്ണിമത്തൻ കുഞ്ഞുണ്ടോ? തണ്ണിമത്തൻ കുഞ്ഞ് വെട്ടിയ നല്ലതായിരുന്നു, തെളുക്കും. വരണേട്ടാ, കത്തി ഇങ്ങോട്ട് തെറിച്ച് വരരുത് കേട്ടോ. വേറെ കത്തി തൊണ്ടരാ. നമ്മൾ കുറച്ചും കൂടി താഴെ നിന്ന് വെട്ടണം.
ഇത്ര വലുപ്പമൊന്നും വേണ്ട പിന്നെ. പക്ഷേ ഈ മുരിങ്ങക്കായ നല്ലതാവുന്നുണ്ട്, സാമ്പാറിലിടാൻ പറ്റും. എൻ്റെ ലുക്കുള്ളില്ലാത്ത ഉള്ളിൽ പച്ച എൻ്റെ മേത്തിക്കാവും. മുരിങ്ങക്കായ കളയണോ? എന്താ തങ്കുവോ? അയ്യോ, അതിലാണൊരു മത്തൻ കയറിയെന്നേ, ചാടിപ്പോയില്ല മത്തൻ. അതിലൊരു മത്തൻ ഉണ്ടായിരുന്നു. ഈ വലിയ കത്തി വേണ്ടി വരും. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുരിങ്ങ വെട്ടണത്. അതിലിപ്പോൾ ഇഷ്ടമാകും പോലെ ഇല തളർത്തു. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം, അത് വെട്ടി കഴിഞ്ഞിട്ട്. പരനേട്ടൻ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ കുറേ വെട്ടലും മാന്തലും ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നെൽസനായിരുന്നു നമുക്ക് കളച്ചൊക്കെ തന്നെ. എന്നാലും നെൽസൺ ഇല്ലാത്ത സമയത്ത് ഞാൻ കളയ്ക്കുകയും ഓരോന്ന് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ആരോ കമൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു നെൽസനാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടതെന്നുള്ളത്. പക്ഷേ നെൽസൺ തന്നെയാണ് ഞാൻ ക്രെഡിറ്റ് കൊടുക്കാറുള്ളത്. പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു കണ്ണി കൃഷിയിടത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഏത് പണിക്കാരുണ്ടെങ്കിലും ക്രെഡിറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ നെൽസൺ നമ്മുടെ ഒരു പണിക്കാരനാണ് നമ്മുടെ സൈറ്റിലെ. അവനോട് നമ്മൾ പണിയെടുക്കാൻ പറഞ്ഞാൽ പണിയെടുക്കുള്ളൂ, അല്ലാതെ നമ്മൾ പണിയെടുക്കുന്നില്ല വെറുതെ വന്നിട്ട്. അപ്പോൾ അതാ പ്രത്യേകത. അതിൽ ക്രെഡിറ്റിന് അതൊന്നുമില്ല, നമുക്ക് വേണ്ട സാധനം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെ, നമ്മളൊരു മത്സരത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണതല്ല. അപ്പോൾ ക്രെഡിറ്റ് അങ്ങനെ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. ആ കോലിട്ടില്ലല്ലോ ഏറ്റവും മുകളിലത്തെ. ഇവിടെ തന്നെ വിട്ടിടല്ലോ. ആ നല്ലോണം തെളുത്തുണ്ടാവും. ശരിക്കും ഇതിൻ്റെയൊക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടാ. ഇവിടെ ഉണ്ടല്ലോ ഈ മുരിങ്ങ കഴിഞ്ഞിട്ട് കായ കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗമല്ലേ ഇവിടെ വെച്ചിട്ട്. ആ നമുക്ക് എടുത്തു വെക്കാം. ഇതിന് ലുക്കില്ല എന്നുള്ളത്, പച്ചയാണ്, ചെറുത് ഇളമാണ്. ഈ മഴ പെയ്തുകൊണ്ട് ഉള്ള ലുക്ക് പോയത് അതിൻ്റെ. എന്താ അത് കിട്ടുന്നില്ല, കളയണ്ട, സാമ്പാറിലിടാം. നല്ലതാണിത്. കാണുമ്പോൾ പച്ചപ്പില്ലാന്നേ ഉള്ളൂ. അമ്മായി അമ്മാനൊക്കെ ഞങ്ങളൊരു ചാക്ക് കൊടുത്തിട്ടു കേട്ടോ. കാരണം ഇവിടെ ഇത് കുറേ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അവിടെ ആകുമ്പോൾ കുറേ മലയാളീസ് ഉണ്ട്, ഓരോ വീടുകൾക്കും കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കിഴങ്ങുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാന്തേന്ന് നമുക്ക്. ബീറ്റ്റൂട്ടിന് വലുപ്പുണ്ടോ? ഇന്ന് ബീറ്റ്റൂട്ട് തോര ആക്കണോ? ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി വെക്കാൻ വേണമെങ്കിൽ അറിയട്ടെ. ഒരെണ്ണം പറിച്ചാൽ മതി. പറിച്ചോ, ഒരു ബീറ്റ്റൂട്ട്. ചെറുതാണോ അല്ലേ? ചെറുതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് എനിക്ക്. പറിച്ചോ, കുഴപ്പമില്ല. എന്നാൽ അങ്ങനത്തെ ഒരു വലിപ്പമുള്ള 2 കൂടി പറിച്ചോ. ആ ചെറുതൊക്കെ പറിച്ചോ, നമുക്ക് വേറെ വിത്ത് നടാം. മഴ ചെയ്തോലെ നമുക്കിതൊന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടെന്നെല്ലാം കൊണ്ട് ഞാൻ ചോട്ടിലില്ല. ഇത് 2 അപ്പോൾ എങ്ങനെ തോരൻ വെക്കുക? 2 ക്യാരറ്റും പറിച്ചാലോ? ക്യാരറ്റൊന്നും ഉണ്ടായില്ലെന്നേ, ചെറുതാ, ചീഞ്ഞും പോയി. ജഗൻ ഇറങ്ങണം. ജഗൻ ഇറങ്ങിയാൽ എന്തെങ്കിലും നടക്കുള്ളൂ എന്ന് പറഞ്ഞാലേ സുമി ഇറങ്ങണം. സുമി ഇറങ്ങിയാൽ എന്തെങ്കിലും നടക്കുള്ളൂ. ഇതിന് ഞാൻ ഓട്ടോ കുത്തി കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റൊക്കെ ചെറുതോ, കുഞ്ഞു ക്യാരറ്റ, പരാജയപ്പോയി ക്യാരറ്റ്. ഇഞ്ചി ഉണ്ടായിട്ടുണ്ട്. കിഴങ്ങുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ. ചീഞ്ഞോ അറിയില്ല. പിന്നെ പറിക്കാമല്ലേ കിഴങ്ങ്? ക്യാരറ്റ് കൊണ്ട് എടുത്തേ. ക്യാരറ്റ് കുഞ്ഞു വലുതാവില്ല. അത് ആ വലുതാകത്തില്ല. എന്നെ അതിൻ്റെ വളർച്ച കഴിഞ്ഞിരുന്നു. എനിക്ക് ഈ പപ്പായൊക്കെ കാണുമ്പോൾ നല്ല തോരൻ വെച്ച് തിന്നാറുണ്ട്, പക്ഷെ തിന്നാൻ പറ്റാത്ത അതുകൊണ്ട്. ഇവിടെ ഒരു വെള്ളരിക്ക ഉണ്ടായിരുന്നല്ലോ, അത് ചീഞ്ഞു പോയില്ലേ? അന്ന് പറിച്ചില്ല നമ്മൾ, ഓർമ്മയില്ലേ? ഒരെണ്ണം ചീഞ്ഞു പോയി. അപ്പോൾ കപ്പയൊക്കെ നല്ലോണം വലുതായിട്ടുണ്ട് കേട്ടോ. കപ്പയിലൊക്കെ അത് പൂവിട്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് പറിക്കാനായി എന്ന് അർത്ഥമായി. ഇനി ഒരു ദിവസം നമുക്ക് കപ്പയൊക്കെ പറിക്കണം. പരനേട്ടൻ എന്താ പറയുക, ബീറ്റ്റൂട്ടും ക്യാരറ്റും കുമ്പളും എല്ലാം കൊണ്ട് പോയിട്ടുണ്ട്. ഉറുമ്പോ? ഞാൻ 2 പച്ചമുളകും കൂടെ പറിക്കാം. പച്ചമുളകൊക്കെ ഒരുപാടുണ്ട്. ഉണ്ടോ? വലിപ്പം കണ്ടോ പച്ചമുളകിൻ്റെ? സിറാമുളകാണ് മൊത്തം.
4 പച്ചമുളക് ഇരിക്കട്ടെ. ക്യാരറ്റ് പച്ചക്ക് തന്നെ കുഞ്ഞിതായിപ്പോയില്ലേ? ഇതിപ്പോൾ ഒരു മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാവുമോ? ഇത് കണ്ടില്ലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുമി കൃഷിയിടത്ത് ഇറങ്ങാത്തതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടില്ല എന്തൊരു വലിയ ബീറ്റ്റൂട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ നെൽസൺ മാത്രം ഇറങ്ങിയോട് കാര്യമില്ല, നമ്മൾ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണത് കൃത്യമായിട്ട്. കാരണം എനിക്ക് കൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല, നമ്മൾ ആരും കൊണ്ട് നോക്കിയില്ല. അതുകൊണ്ടാണ് ക്യാരറ്റും ഇതൊക്കെ ഇങ്ങനെ നിന്നത്. നമ്മുടെ ഓട്ടയൊക്കെ കുത്തി കൊടുക്കണേന്ന് മഴയൊക്കെ പെയ്യുമ്പോഴേ വെള്ളമൊന്നും കെട്ടി നിൽക്കാതെ നമ്മുടെ കൈ ഇറങ്ങണം. നമുക്കൊരു ദിവസം ചേമ്പ് കുറച്ച് വെക്കണേ, ഇതിൻ്റെ ഇടയിൽ ഉണ്ടോന്ന്. ചേമ്പ് പറിക്കാൻ സമയം ഉണ്ടാവില്ലോ. ഇത് വെറുതെ തിന്നാട്ടോ, ഇത് നല്ല മധുരം ഉണ്ടാവും. ചെറിയ വെറുതെ വാലിടാം, മധുരമായിരിക്കും. നമ്മുടെ ഫസ്റ്റ് സാധനം വിഷം അടിക്കാത്ത സാധനങ്ങളല്ലേ. പച്ചക്കറിയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുമ്പളം വെട്ടിയിട്ട്, കുമ്പളം കറിയായിട്ട് കഴുകിയോ? കുമ്പളം വെട്ടിയിട്ട് നമുക്ക് കുമ്പളങ്ങ കറി ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ കുമ്പളങ്ങ ചെറിയ കഷ്ണം ഇവിടെ കുടിച്ചോ. നമ്മുടെ ഈ മുറമൊക്കെ ഇത് കേടുവരാൻ തുടങ്ങിയില്ലേ? 3 വർഷമായിക്കണം. നല്ല കുമ്പളം വിത്ത് കഴിയണല്ലേ. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ കുമ്പളങ്ങ ഉണ്ട്. ആരെങ്കിലും കൊണ്ടു കൊടുക്കണായിരിക്കും ഇവിടെ നിന്ന് വിത്തൊക്കെ. പ്രാണി തൊടുത്ത് കേടൊന്നുമില്ല അല്ലേ? നമുക്ക് ഈ ഒരു കഷ്ണം തന്നെ ധാരാളമാണ്. ബാക്കിയുള്ളത് എന്ത് ചെയ്യും മല്ലയ്യ? ആർക്കെങ്കിലും കൊടുക്കാന്ന് വെച്ചാൽ മാനേജർ ഹൗസിൽ കൊടുക്കാമല്ലേ നമുക്ക്? നാളെ ഒരു കുമ്പളങ്ങ കറി വെച്ചോട്ടെ. ഇതാണ് ഈ വലിയ കുമ്പളങ്ങ ഉണ്ടായത്. കുറേ ആൾക്കാർ അയൽവക്കക്കാരൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഓരോ കഷ്ണങ്ങളാക്കി മുറിച്ച് കൊടുക്കുമ്പോൾ നാശമായി പോകത്തില്ല. എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കിയ സാധനം നാശമായി പോകണ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അരുണേട്ടൻ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കൈ മുറിച്ച് പോയി, ഇനി ബാക്കി ഞാൻ ചെത്താം. അരുണേട്ടൻ എന്ന് ചെത്താൻ വന്നാലും കൈ നല്ല ചോറ്. തലേനെ മുകളിൽ കൈ പിടിച്ചായിരുന്നു. എങ്ങനെയാണെന്ന് അറിയാം, ചെറുപ്പത്തിൽ കൈ മുറിഞ്ഞ് തലേൻ്റെ മുകളിൽ കൈ വെച്ചിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക. ഞങ്ങൾ പച്ചവെള്ളം കുടിക്കില്ല, ഞങ്ങൾ തലേനും കൈനും വേണമെങ്കിൽ എപ്പോഴും കൈ മുറിയിലും കാലും മുറിയിലും ആണല്ലോ പരിപാടി. വളരെ മറ്റേ ചെറിയ മുള വെട്ടാൻ പോവുക, ഇരങ്കോല് വെട്ടാൻ പോവുക, പല പല പരിപാടികളെ. തുണി കൊണ്ട് കെട്ടത് കുറച്ച് പോകണം നോക്ക്. നല്ല വേനെടുക്കണ്ടോ? പൊയ്ക്കോ ഞാൻ ചെയ്തോളാം. ഈ മറ്റേ കതി മൂർച്ചയില്ല, അതുകൊണ്ടാണ് കുറിഞ്ഞ് മൂർച്ചുള്ള അത്യത്ത് ചെത്തിയോ മതിയില്ലേ നമുക്ക്? നല്ല ചോരുണ്ടോ? ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കാൻ പോയ സമയത്താണ് ഇവിടെ. ഇപ്പം ഞങ്ങൾ ഇവിടെ കൊണ്ടുവച്ചെന്നില്ല ഇഞ്ചി വെളുത്തുള്ളി. ഞാനൊരു കാര്യം ചെയ്യാൻ ക്യാമറമാനാണ് കുറച്ചത്തേക്ക്. കൈ മുറി ഞായറാഴ്ച ചെയ്തോണ്ട് ഇട്ടത് നടക്കാം. പിന്നെ പറഞ്ഞിട്ട് ഇപ്പം അധികം ജോലി ഇല്ല, അതുകൊണ്ട് മഴക്കാലം കൊണ്ട് പണിയില്ല. നമുക്ക് ഇനി കുറേ കിഴങ്ങ് പറിക്കാണ്ട് കേട്ടോ. പക്ഷെ പറിക്കുമ്പോൾ അത് ചീഞ്ഞ് പോകുമെന്നുള്ളതാണ്. നാളെ നമുക്ക് കിഴങ്ങ് ഹാർവെസ്റ്റ് ചെയ്യാം. കിഴങ്ങ് ഉള്ളി ഉണ്ടാവും. മഴ പെയ്യുമോ എന്നുള്ളതാണ്. മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്, പ്രതീക്ഷിക്കാതെ ഇരിക്കും മഴ പെയ്യുക. കുമ്പളങ്ങയൊക്കെ നന്നാക്കി ഇതൊക്കെ കഴുകിയെടുക്കാം. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വെച്ചിട്ട് കുഞ്ഞു നമ്മുടെ കട്ടിംഗ് ബോർഡിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ല അടിപൊളി കട്ടിംഗ് ബോർഡായിട്ട്. നമ്മൾ തക്കാളിയും ഈ ചിക്കനൊക്കെ കട്ട് ചെയ്യുമ്പോഴുള്ള വെള്ളം ഉണ്ടല്ലോ, ഒന്നും പുറത്തു പോകണില്ല, നല്ല സുഖമുണ്ടത്. വർക്ക്ഫുൾ അല്ലേ? പിന്നെ തേക്കിന് പ്രത്യേകത വെള്ളം പിടിക്കൂല. എനിക്ക് വെള്ളം പിടിക്കൂല, അതാണ് ഏറ്റവും ഇതിലേക്ക് വെള്ളം വലിയും പെട്ടെന്ന്. എന്ത് കട്ട് ചെയ്താലും വെള്ളം ഇതിലേക്ക് വലിയും, പക്ഷേ ഇതിലാണ് വെള്ളം വലിയില്ല. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യണം എന്നേ ഉള്ളൂ. അതെ, അത് ക്ലീൻ ചെയ്യണം. പിന്നെ വെള്ളത്തിൽ തന്നെ പോകും, കാരണം അത് വെള്ളം പിടിക്കൂല, മരത്തിലേക്ക് പിടിക്കില്ല. തേക്കിൻ്റെ പ്രത്യേകത വെള്ളം വലിക്കൂല.
ഇതാണ് നമ്മളിവിടെ വാങ്ങുന്ന തൈര് കേട്ടോ, പാക്കറ്റ് തൈര്. തീരെ പുളിയില്ലാത്ത തൈരാണ്. പിന്നെ തൈര് വേണമല്ലോ എന്നുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. പക്ഷേ സിറ്റിയിലുള്ളവർക്കൊക്കെ നല്ല സുഖം കേട്ടോ. ഫാമിൽ പോയിട്ട് പാല് വാങ്ങാൻ പറ്റും, നല്ല ഉറയൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റും. ഞങ്ങളെ സംബന്ധിച്ച് നാട്ടിലെത്തണം നല്ലൊരു തൈര് കിട്ടണമെങ്കിൽ. തൈരും കൂട്ടിയിട്ടുള്ള എന്താ പറയുക, നല്ല പുളിയും ആ തൈരിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കണേ ആ കറിക്കും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലേ ഒരു കറി തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഇതാക്കുമ്പോൾ ഈ വേസ്റ്റൊക്കെ അല്ലേ, ആ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം. ഇനിയിപ്പോൾ ഞാൻ അരിഞ്ഞിട്ടുള്ള കഷ്ണമാണെങ്കിൽ ഇവിടെ വെക്കാൻ പറ്റും. അങ്ങനെ നല്ല ഉപകാരം ഉണ്ട് കേട്ടോ നമ്മളെ കട്ടിംഗ് ബോർഡിന്. അപ്പോൾ ഇത് വേണ്ടവരൊക്കെ ഓർഡർ ചെയ്താൽ മതി. നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ആ നമ്പറിൽ ആരും ഫോൺ വിളിക്കാതെ, ഫോൺ വിളിച്ചെടുക്കാൻ കഴിയില്ല. ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രം വിളിക്കില്ല, മെസ്സേജ് ചെയ്യുക. മെസ്സേജ് മാത്രമേ അതിലുള്ളൂ. അപ്പം ഞാൻ കുമ്പളങ്ങ കറി വെക്കണേൽ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. കാരണം നമ്മളെപ്പോഴും വെക്കാറില്ലല്ലോ, നല്ല മോര് കിട്ടാത്തതുകൊണ്ട്, തൈര് കിട്ടാത്തതുകൊണ്ട്. പക്ഷേ കുമ്പളങ്ങ മോര് അടിപൊളി ടേസ്റ്റാണ്. ചോറ് കഴിക്കാൻ വേണ്ടി വേറൊന്നും വേണമെന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നല്ല തൈരായിരിക്കണം. കൈ മുറിയാൻ മതി. അതുകൊണ്ട് ഞാൻ അധികം ഈ തൈര് വെച്ചുള്ള കറികൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന പണി വെറുതെ പോവും. അതിനാ ഒരു ടേസ്റ്റ് കിട്ടൂല. പിന്നെ നല്ല വെളിച്ചെണ്ണയൊക്കെ വേണം അല്ലേ? നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ കൊണ്ടുവരലുണ്ട്, വെളിച്ചെണ്ണയൊക്കെ ഞാൻ കൊണ്ടുവരലുണ്ട്. പക്ഷേ എത്ര നാളത്തേക്ക് വെച്ചിട്ട് നമ്മൾ ആ കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇതുണ്ട് നമ്മുടെ കട്ടിംഗ് ബോർഡ് കൊണ്ടേ നല്ല ഉപകാരം. നമുക്ക് വേറെ പാത്രം എടുത്തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. കട്ട് ചെയ്യുക, അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. ചിക്കന് ബീഫ് എന്ത് കട്ട് ചെയ്യുന്ന സുഖം കേട്ടോ. അടിപൊളി പരിപാടി. അവിടെ ചിക്കനെ കട്ട് ചെയ്തിട്ട് ഇവിടെ വെക്കാം, ബീഫ് കട്ട് ചെയ്തിട്ട് വെക്കാം. പിന്നെ തേക്കായതുകൊണ്ട് നല്ല മരമാണ്. നിലമ്പൂർ തേക്കിൽ ഉണ്ടാക്കിയ കട്ടിംഗ് ബോർഡാട്ടത്. അതുപോലെ തന്നെ അപ്രോണുണ്ട്. അപ്രോണ് കഴുകിട്ടേക്കാണ് കേട്ടോ, ഒന്നിലേക്ക് ഉപയോഗിച്ചിട്ടേ. 2 വേണം ചിക്കൻ അല്ല ഒരു വീട്ടിക്ക്, 2 അപ്രോൺ വേണം. അല്ല മഴക്കാലമാണെങ്കിലുള്ള അതിന് പ്രശ്നമുള്ളൂ. മറ്റേ നമ്മൾ വൈകുന്നേരം ഒന്ന് കഴുകിട്ടാൽ ഉണങ്ങും, രാവിലെ ഉണങ്ങും. പക്ഷെ ഇവിടെ മഴക്കാലം ആയതുകൊണ്ടുള്ള പ്രശ്നമാണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മോരുകറിൻ്റെ കൂടെ കഴിക്കാനുള്ള നമ്മുടെ ചോറ് ഇതേ റെഡിയാവും. നമ്മുടെ നല്ല മട്ടരി ചോറാണ്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ചോറാണ് മട്ടരി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റേഷൻ കടയിൽ അരിയാണ്, ഒരു കുഞ്ഞു കുഞ്ഞു അരിയാണ് റേഷൻ കടയിൽ. എനിക്ക് അതും ഇഷ്ടമല്ല, മട്ടരി ഇഷ്ടമല്ല. എനിക്ക് നല്ല വെള്ള ഉരുണ്ട ചോറുണ്ടല്ലോ, എനിക്ക് മട്ടരി ഭയങ്കര ഇഷ്ടം. മട്ടരിയും ചോറ് അത് വേണമെങ്കിൽ കുറച്ച് വല്ല മുളക് പൊട്ടിച്ചതായാലും കുഴപ്പമില്ല. മട്ടരി ചോറല്ല റേഷൻ കടയല്ലേ? റേഷൻ കട കറി, റേഷൻ കടയിൽ ആ ചെറിയ റൈസും മുളക് പൊട്ടിച്ചതോ ഉപ്പിട്ടാലും കൂടി കഴിക്കും. അത് എനിക്ക് ഇഷ്ടമല്ല. കാരണം ആ ചോറ് ഞാൻ മറ്റേ LP സ്കൂളിൽ നിന്ന് UP സ്കൂളിൽ നിന്ന് കഴിച്ച് ശീലമായതാ. ഞങ്ങൾ സ്കൂളിൽ ചോറുണ്ടാവില്ല, വീട്ടിൽ നിന്ന് ഉണ്ടാവില്ല. നിങ്ങൾ വലിയ വലിയ ആൾക്കാർ. അതുകൊണ്ടല്ല, ഞങ്ങൾ കരുത്തവരും കായില്ലാത്തവരും. അതുകൊണ്ടല്ല, ഞാൻ ശീലമായത്. വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അമ്മ ആക്കിത്തരും, കൊണ്ടുപോകും. അപ്പം അതേ കറിവേപ്പില പിള്ളച്ചേട്ടൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ഞാൻ ഇതേപോലെ ഇങ്ങനെ ബോക്സിലാക്കി വെക്കാറാണ്. ഇതിൻ്റെ കേട് വരാറില്ല കേട്ടോ. അടിയിൽ ടിഷ്യൂ വയ്ക്കും. പിന്നെ കറിവേപ്പില കഴുകി വെള്ളം വാർക്കും കേട്ടോ. വെള്ളം കളഞ്ഞിട്ട്, വെള്ളമില്ലാതെ ഇലയിൽ വെള്ളമില്ലാത്ത സമയത്താണ്. അതിപ്പോൾ രാവിലെ കിട്ടുകയാണെങ്കിൽ കഴുകി ഒരു ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴത്തേക്കും വെള്ളമൊക്കെ പോകുന്നത്തെ. എന്നിട്ട് ഒരു ടിഷ്യൂ അടിയിൽ വെക്കും, കറിവേപ്പില വെക്കും. പിന്നെ അടുത്ത ടിഷ്യൂ വെച്ചിട്ട് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കും. കുറേ കാലം ഇരിക്കും കേട്ടോ ഇത്. പിള്ളച്ചേട്ടൻ്റെ അടുത്ത് പിന്നെ ഞങ്ങൾക്ക് കറിവേപ്പിലയായിട്ടും പേരക്കയായിട്ടും, എനിക്ക് പേരക്കൊക്കെ പിള്ളച്ചേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുതരും കേട്ടോ. പിന്നെ പിള്ളച്ചേട്ടൻ്റെ വീട്ടിൽ വാഴക്കൊല ഉണ്ടായി. എന്നിട്ട് അതിന്ന് ചേച്ചി, ശ്രീദേവി ചേച്ചി നമ്മുടെ ചിപ്സ് ഇല്ലേ, ചിപ്സ് ഉണ്ടാക്കിയിട്ട് പിള്ളച്ചേട്ടൻ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചിപ്സ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഉണ്ടാക്കിയത് കേട്ടോ. അവിടെ വെച്ചേക്കാം. ഇത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. അപ്പോൾ ഇതുണ്ടോ, നിങ്ങൾ തിന്ന് കഴിയാനായതുണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ്. നല്ല സാധനം, നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ക്രിസ്പി ആവാറില്ല. പക്ഷെ ചേച്ചി ഉണ്ടാക്കും, ശ്രീദേവി ചേച്ചി ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഉണ്ട്. അടിപൊളി മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരും. മിക്കവാറും ഞങ്ങൾക്ക് ഓഫീസിലേക്ക് ഇവർക്ക് എന്നും കപ്പയും മീൻകറിയൊക്കെയാണ്. പിള്ളച്ചേട്ടൻ ഓഫീസിലേക്ക് വരുമ്പോൾ ഒരുപാട് കപ്പ ഉണ്ടല്ലോ, അപ്പോൾ എന്നും കപ്പയൊക്കെ പുഴുങ്ങി മീൻകറിയൊക്കെ കൊണ്ടുവരും. അപ്പം ഞാൻ കുമ്പളൊക്കെ കഴുകി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട്
വേവിക്കാൻ വെക്കാട്ടോ. ഞാൻ വെറുതെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു. അതൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുമ്പളങ്ങ മോരുകറി അത്രയ്ക്ക് അറിയില്ല. എനിക്കറിയാം, ഞാനത് പറയുമ്പോൾ തന്നെ എല്ലാവരും കമൻറ്റിൽ എൻ്റെ റെസിപ്പിയൊക്കെ തരുന്നുള്ളത്. നമ്മളെ ചേച്ചിമാരൊക്കെ തരാറുണ്ട്. ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ അറിയാം, പക്ഷെ അങ്ങനെ എക്സ്പേർട്ടായിട്ട് ഭയങ്കര സ്പെഷ്യൽ കുമ്പളങ്ങ കറി ഉണ്ടാകാൻ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കറിവേപ്പിലയും കുമ്പളങ്ങ ഇട്ട് വേവിക്കാൻ വെക്കാം. അതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് വെന്ത് വരുമ്പോഴത്തേക്കിനും ഇതിലേക്ക് തൈരൊക്കെ ഒഴിച്ചിട്ട് കുമ്പളങ്ങ കറി ആക്കട്ടെ. തേങ്ങ ഒഴിക്കുന്നില്ല, വേറെ ഒന്നുമല്ല, തേങ്ങ കഴിഞ്ഞു. ഞങ്ങളിനി അടുത്ത ആഴ്ച ഞങ്ങൾക്ക് സ്കാനിങ്ങിന് പോകേണ്ട ദിവസം. അപ്പം ആ സമയത്ത് പോയി പർച്ചേസിങ് ഒക്കെ നടത്താൻ വിചാരിച്ചു. അല്ലാതെ എപ്പോഴെപ്പോഴും നമുക്ക് ഇനി സാധനം വാങ്ങാൻ പോകാൻ കഴിയില്ലല്ലോ, എപ്പോഴെപ്പോഴും യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പം തേങ്ങ ഇല്ലാത്ത മോരൊഴിച്ച കുമ്പളങ്ങ കറി ആയിട്ട് ഉണ്ടാക്കണേ. അപ്പം നമ്മളെ കുമ്പളങ്ങക്കറി ആകുമ്പോഴത്തേക്കിനും ഞാൻ തോരത്തിന് ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല ക്യാബേജ് തോരനും കുമ്പളങ്ങക്കറിയൊക്കെ കൂട്ടിയിട്ട് ലഞ്ച് കഴിക്കും. അപ്പം നമ്മുടെ പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ളതാണ്. മുട്ടത് പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പം തേങ്ങ ഇല്ലാത്ത ക്യാബേജ് തോരൻ. ഈ ക്യാബേജ് നമ്മളെ ക്യാബേജ് കേട്ടോ. ഒറ്റ ക്യാബേജ് ഉണ്ടാവുള്ളൂ, ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞങ്ങൾ പറിച്ചിട്ടുണ്ട്, മറ്റേത് കുറച്ചൊരു കേടാണ് ക്യാബേജ്. പിന്നെ ചോറ്, നമ്മുടെ ഫൈനൽ മോര് കറി, നീട്ടിയ മോര് കറി, കഞ്ഞിവെള്ളം അരനേട്ടന്. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണേ. അതെ, അപ്പം മഴ എന്ന് പറഞ്ഞാൽ തകർത്ത മഴ കേട്ടോ. എന്തൊരു മഴ അല്ലേ! 2 ദിവസം നല്ല വെയിൽ തന്നതിന് വന്ന മഴയാണ് കേട്ടോ. ഇനിയിപ്പോ വെയിൽ വന്ന് റോഡൊന്നും ഉണങ്ങാതെ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. അതുവരെ നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ മാത്രം. ഇവിടേക്കൊക്കെ ചീറ്റാട് വരുന്നുണ്ട്, ഭയങ്കര മഴയാ, തകർക്ക മഴ. രാവിലത്തെ കുക്കിങ്ങും ഉച്ചക്കത്തെയും എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ രാത്രിത്തെ പരിപാടി പുട്ടും ബീഫ് കറിയാണ്. എന്നിട്ട് വൈകുന്നേരം പോയി ബീഫ് മേടിച്ചോണ്ടു. അപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ മഴ അല്ലേ. മഴ എന്ന് പറഞ്ഞാണ്ടല്ലോ, ഞാൻ ഇതുവരെ മലാവിൽ ഇത്രയും വലിയൊരു മഴ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. വണ്ടി ഓടിക്കാൻ പറ്റില്ല. എൻ്റെ മുമ്പിലുള്ള വണ്ടിയൊക്കെ ഉണ്ട്, റോങ് സൈഡൊക്കെ പോയി വേറെ വണ്ടി ഇടിക്കാനൊക്കെ പോകുന്നു. ഞാൻ പിന്നെ സൈഡിൽ മാത്രം ചാരി, അതായത് ടാർമാർക്ക് സൈഡിൽ ചാരി ഇങ്ങനെ പോകുന്നു. മഴയില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ എന്താ വെച്ചാൽ എനിക്ക് കണ്ണ് കാണാത്തതുകൊണ്ട് ഞാൻ വെച്ചാൽ ടാർമാർക്കിനോട് ചാരി പിടിച്ചു. എന്നിട്ട് എന്താ ബ്രൈറ്റ് ഡിമ്മിട്ടിട്ട് ആ എഡ്ജ് നോക്കി ഇങ്ങനെ പോയി വണ്ടീൻ്റെ. അതുകൊണ്ട് എനിക്ക് വന്നു ഒരു ഫോർച്യൂണർ എനിക്കോ പോകുന്നുണ്ട്, കാടൊക്കെ കയറി പോയി ചാടിയിട്ട്. പ്രളയം പോലത്തെ ഒരു മഴ. അയ്യോ, ബീഫ് കട്ടിയാനെ ഞാൻ പുട്ടുണ്ടാക്കാൻ പോവാട്ടോ. നല്ല അടിപൊളി ഉണ്ടാകുന്ന ചുവന്ന ബീഫ്. ഈ ബീഫും പുട്ടൊക്കെ അല്ലേ എന്ത് ടേസ്റ്റ് സാധനമാണ്. പുട്ടിനുള്ള തേങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫിനുള്ള ഉള്ളി, തേങ്ങ, മുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി നമ്മൾ പേശാക്കുന്നത് സുമിക്ക് ഇഞ്ചിയും ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇഞ്ചി ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ സുമിക്ക് അത് എടുത്ത് കളയാൻ രീതിയിൽ കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞ് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ വിസിലടിക്കാൻ റെഡി ആയി നിൽക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വഴറ്റി വെക്കാൻ കരുതി. അപ്പോൾ ഇത് നമ്മുടെ ബീഫിനുള്ള ഉള്ളിയൊക്കെ വരികയാണ്. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ തേങ്ങാക്കൊത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടു. പിന്നെ സവോള ഇട്ടു. നന്നായിട്ടിന് വഴൻ്റെ അങ്ങോട്ട് വരണം. വഴണ്ട് നല്ല അങ്ങനെ ചുമന്ന് വരാൻ തുടങ്ങുന്നതാണ് ഇതിൻ്റെ പാകമാവുക. റെഡി ആയിട്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ പുട്ടും ബീഫ് കറിയൊക്കെ റെഡി ആയിട്ട് നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ സുമിക്ക് വീണ്ടും വയ്യ, ക്ഷീണമായിരുന്നു. സുമി പോയി കടന്നു. ചന്തി കാണിക്കുന്നില്ലേ, ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ടും ബീഫ് വെച്ചിട്ട് കിടക്കണം. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ ഇനി കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.